ചക്കുളത്തുകാവിൽ അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയുമായ ദേവിക്ക് ക്ഷേത്രസന്നിധിയിൽ വെച്ച് ഭക്തോത്തമകളായ സ്ത്രീജനങ്ങൾ സ്വന്തം കൈകൊണ്ട് പുത്തൻ കളങ്ങളിൽ പായസം, വെള്ളനിവേദ്യം മുതലായ നിവേദ്യങ്ങൾ കാലമാക്കുന്ന വഴിപാടാണ് പൊങ്കാല. ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിന് പിന്നിലെ ഐതിഹ്യ കഥ പങ്കുവയ്ക്കുകയാണ് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ തിരുമേനി. വനത്തിൽ പോയെങ്കിലും ഭഗവതിക്ക് ഭക്ഷണം കൊടുത്തിട്ട് എപ്പോഴും വേടനും കുടുംബവും ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ഭക്ഷണമൊന്നും കിട്ടാതിരുന്നതിനാൽ വളരെ സങ്കടപ്പെട്ട് വേടനും കുടുംബവും തിരിച്ചെത്തുകയും, പക്ഷെ അവരുടെ മുൻപിൽ ഒരു അശരീരി പോലെ ദേവി ഏതോ ഒരു ശബ്ദത്തിൽ ദേവി പരാശക്തിയാണെന്നാണ് സങ്കല്പം. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള ചോറും ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വേടം വന്ന് നോക്കുമ്പോൾ ആ പ്രതിഷ്ഠയ്ക്ക് അരിയിലായിട്ട് കുറെ ചോറിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സങ്കല്പമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. അപ്പൊ വേടന് ദർശനം ചെയ്ത ഭഗവതി, വേടനും കുടുംബവും ഭഗവതിയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ആ ഒരു സങ്കല്പത്തിന്റെ ഐതിഹ്യത്തിന്റെ ഇതിലാണ് ഇന്ന് ഈ ചക്കുളത്തുകാവിലെ പൊങ്കാല മഹോത്സവം. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല മഹോത്സവം കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്.